ഒരു കുടുംബമായി കഴിയുന്നവരെന്ന നിലയിൽ പരസ്പരം ശ്രദ്ധിക്കേണ്ട ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയ നമ്മുടെ കടമയെക്കുറിച്ചാണ് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും രാത്രി സുദീർഘമായി നമസ്കരിക്കാനും തീരുമാനിക്കുകയാണ്. അത് തീരുമാനിച്ചു, അത് തുടർന്നു വരുന്നു. ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കെത്തി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു വിളിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശം, ഫലാ തഫ്അൽ, നീ അപ്രകാരം പ്രവർത്തിക്കരുത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പകലിൽ നോമ്പാണ്, രാത്രി മുഴുവൻ നമസ്കാരമാണ്, ഇബാദത്താണ്. ഫലാ തഫ്അൽ, നീ അങ്ങനെ പ്രവർത്തിക്കരുത്. സും വ അഫ്തിർ വഖും വനം, നീ നോമ്പ് നോൽക്കണം. ചില ദിവസങ്ങളിൽ നിനക്ക് നോമ്പില്ലാത്ത ദിനങ്ങളും ഉണ്ടാകണം. രാത്രി നമസ്കരിക്കണം എന്നത് ശരി തന്നെ, പക്ഷെ ഉറക്കം നീ മറന്നു പോകരുത്. ഫഇന്ന ലിജസദിക അലൈക ഹഖൻ വഇന്ന ലിഐനിക അലൈക ഹഖൻ വഇന്ന ലിസൗജിക അലൈക ഹഖൻ, നിനക്ക് നിന്റെ നഫ്സിനോട്, നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ ഇണയോട് നിനക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ സന്യാസം എന്ന രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുടുംബം ഒഴിവാക്കി, ഭാര്യ ഒഴിവാക്കി, ഞാൻ മുഴുവൻ സമയം ദീനീ പ്രവർത്തനം, ഞാൻ മുഴുവൻ സമയം എൻ്റെ സംഘടനാ പ്രവർത്തനം, ഞാൻ മുഴുവൻ സമയം ഇസ്ലാമിന് വേണ്ടി. ഭാര്യ അത് ദുനിയാവാണ്, മക്കൾ അത് ദുനിയാവാണ്. അങ്ങനെ ഭാര്യയും മക്കളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സന്യാസ രൂപത്തിലുള്ള ജീവിതം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് ഭാര്യയോട് കടപ്പാടുകളുണ്ട്, സ്വന്തം നഫ്സിനോട് കടപ്പാടുകളുണ്ട്, അത് പൂർത്തീകരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുത്ഇംഹാ ഇദാ തുഇംത, നീ നല്ല ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൾക്ക് ഭക്ഷണം നൽകണം. നമ്മൾ എല്ലാ ഫാസ്റ്റ് ഫുഡും എല്ലാ ഹോട്ടലുകളിലും കയറി ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അതിൻ്റെ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് അയക്കുന്നുണ്ട്. അവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ മാന്യമായ ഭക്ഷണം നിങ്ങളുടെ കുടുംബത്തിന് നൽകണം. വതക്സൂഹ ഇദക്തസൈത, നീ ധരിക്കുന്നുവെങ്കിൽ അവളെയും ധരിപ്പിക്കണം. ഇപ്പോൾ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അവരുടെ അത്തരത്തിലുള്ള ഭൗതികമായ വിഷയം, അത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, ഭർത്താവിൻ്റെ മേലുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി സ്ത്രീകളുടെ മേലുള്ള, ഭാര്യയുടെ മേലുള്ള ബാധ്യതകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തി. വലാ തദ്രിബിൽ വജ്ഹ്, അവരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, അവരെ നിങ്ങൾ പ്രഹരിക്കരുത്. പലപ്പോഴും ചില വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർ പഠനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ, അല്ലെങ്കിൽ മാനസികമായി അവരനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി അവരുടെ കുടുംബങ്ങളിലുള്ള കാഴ്ചകളാണ്. ഉമ്മയെ തല്ലുന്ന ഉപ്പ, വയറുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യയെ പ്രഹരിക്കുന്നവർ, ഭാര്യയുടെ മുഖത്തടിക്കുന്നവർ, പരസ്യമായി ഭാര്യയെ മോശമായി സംസാരിക്കുന്നവർ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അവരെ അടിക്കരുത്. വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, അവരെ നിങ്ങൾ ഒരിക്കലും വഷളാക്കരുത്, മോശമാക്കി സംസാരിക്കരുത്. വീട്ടിൽ വെച്ചല്ലാതെ അവരെ അകറ്റി നിർത്തരുത്. ഇന്ന് പലപ്പോഴും ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കോമാളി രൂപത്തിലേക്ക് ചില ഭർത്താക്കന്മാരാക്കാറുണ്ട്. മക്കളുടെ മുന്നിൽ, ഉപ്പയുടെ മുന്നിൽ, ഉമ്മയുടെ മുന്നിൽ അവരൊരു കോമാളി കഥാപാത്രം, ലോകം തിരിയാത്തവർ, ഒന്നും അറിയാത്തവർ.
അവർക്കെപ്പോഴാണ് ലോകം തിരിയാതെയായത്? നമ്മളെ കല്യാണം കഴിക്കുന്നത് വരെ ലോകം തിരിയാത്തൊരു പ്രശ്നം അവർക്കില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഒരു 4 ചുമരിനുള്ളിലേക്ക് അവർ ഒതുങ്ങിയത്? ഈ ലോകം അറിയാതെ പോയത് എപ്പോഴാണ്? പലപ്പോഴും വിവാഹത്തിന് ശേഷമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ചതിലൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അവരുടെ വൈജ്ഞാനികമായ സ്വപ്നങ്ങൾ തകർന്നോ? ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ 4-1 നമ്മളെ പഠിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹിയുടെ യാത്രകളിൽ കൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുണ്ട്, മറ്റു ഭാര്യമാരുമുണ്ട്. വിനോദങ്ങളുണ്ടായിരുന്നു, ഓട്ടമത്സരങ്ങളുണ്ടായിരുന്നു, തമാശകളുണ്ടായിരുന്നു, യാത്രകളുണ്ടായിരുന്നു. വൈജ്ഞാനികമായി അവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം അങ്ങനെ ലോകം തിരിയാത്തവരായി, ഒന്നും അറിയാത്തവരായി അങ്ങനെ ഒതുക്കി നിർത്തേണ്ടവരല്ല. മറിച്ച് അവരോട് ബാധ്യതകളുണ്ട്. അവരെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്ന് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു. മാന്യമായ ചെലവിന് കൊടുക്കണം. തൊഴിലെടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, അധ്വാനിക്കാത്തവരുണ്ട്. ഇസ്ലാം പറയുന്നത് അധ്വാനിക്കണമെന്നതാണ്. തൊഴിൽ ചെയ്യണം, ജോലി ചെയ്യണം. അതേത് തൊഴിലാണെങ്കിലും മാന്യമാണ്. വഴിയോരത്ത് ഒരു ചെറിയ തട്ടുകടയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെട്ടിക്കടയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന ഒരു കച്ചവടമാണെങ്കിലും, കുറച്ചൊരു കരിക്ക് കൊണ്ടുവച്ച് ഒരു ദിവസം ഒരു 10 കരിക്കിൻ്റെ കച്ചവടമാണുള്ളത്, അത് മതി. അതാണെങ്കിലും അധ്വാനമാണ്, തൊഴിലാണ്. തൊഴിലെടുക്കുക എന്നത് മാന്യമാണ്. അധ്വാനിക്കുന്നവനാകണം മുസ്ലിം. അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ചിലവ് നമ്മൾ നോക്കണം. അല്ലാതെ അവരെ പ്രയാസപ്പെടുത്തൽ ദുൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്. ചിലവിന് കൊടുക്കേണ്ടവരെ പ്രയാസപ്പെടുത്തൽ. വീട്ടിൽ ആവശ്യ സാധനങ്ങളില്ല, ചിലപ്പോൾ ജോലി എടുത്തിട്ടും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തവരുണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്. തൊഴിലിന് പോകാതെ, ജോലിക്ക് പോകാതെ, അധ്വാനിക്കാതെ, മക്കളുടെ ഫീസ് കൊടുക്കാൻ സമയമായി, വീട്ടിലെ ചെലവിന് പണമില്ല, അങ്ങനെ കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്നവർക്ക് കഫാ ബിൽ മർഇ ഇസ്മൻ, അതുതന്നെ പാപമായി മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, കുടുംബത്തിന് ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിച്ച ഒരു ദീനാർ, ഫീ റഖബ, അടിമമോചനത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചൊരു ദീനാർ, തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, ഒരു മിസ്കീനിന് നിങ്ങൾ ചിലവഴിച്ച ഒരു ദീനാർ, അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് നീ ചിലവഴിച്ച ദീനാർ. ഒന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, 2 അടിമമോചനം, 3 ഒരു മിസ്കീൻ, 4 കുടുംബം. റസൂലുള്ളാഹി പറയുകയാണ്, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്. നിന്റെ കുടുംബത്തിന് ചിലവഴിച്ചതാണ് അതിലേറ്റവും മഹത്തരമായത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ അരി കൊണ്ടുവരുമ്പോൾ, ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ, മിഠായി കൊണ്ടുവരുമ്പോൾ അത് പുണ്യകരമാണ്. നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് പുണ്യകരമാണ്. അവരിഷ്ടപ്പെടുന്നൊരു ഭക്ഷണം, അവരിഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ പുണ്യം കിട്ടുന്ന വിഷയമാണ്. അത് വേറെന്തോ ഒന്നാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടാകരുത്. അവരെ നമ്മൾ പരിഗണിക്കണം, അവരെ നമ്മൾ അറിയണം. ചില ആളുകളൊക്കെ പറയും, അവൾക്കെന്താ പണി, ഭാര്യയ്ക്കെന്താ പണി, നല്ല സുഖല്ലേ, എല്ലാ സൗകര്യമുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്, ഇപ്പോൾ ഒരു പണിയെടുക്കേണ്ടെന്നാണ്. സ്ത്രീകൾക്കൊന്നൊരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാത്ത പലതും നമ്മുടെ വീട്ടിലുണ്ട്. ഭർത്താക്കന്മാർക്കറിയുമോ നമ്മുടെ മക്കൾ രാത്രി എത്ര നേരം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നു എന്ന്? നമ്മുടെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി നമ്മളിറങ്ങുന്ന സമയത്ത് എത്ര നേരം ഒരു ദിവസം നമ്മുടെ കുട്ടി ഉറക്കത്തിൽ എഴുന്നേൽക്കും? രാത്രി 3 മണി 2 മണി സമയത്ത് നമ്മുടെ ഭാര്യമാർ എഴുന്നേൽക്കും, ചെറിയ കുട്ടീനെ മൂത്രമൊഴിപ്പിച്ചു കൊണ്ടുവരാനാണ്.
അല്ലെങ്കിൽ രാവിലെ ആ ബെഡും ആ ബെഡ്ഷീറ്റും എല്ലാം അവർ തന്നെ കഴുകേണ്ടി വരും. ഒന്നും വേണ്ട, അവർ ധരിക്കുന്ന പാമ്പേഴ്സ് ഉണ്ടല്ലോ, അതിലെത്ര പണിയുണ്ട്, അതിന് ഒരു സ്ത്രീ അതിലെത്ര പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയോ? ചില ഭർത്താക്കന്മാർക്ക് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണ് എന്നുപോലും കണ്ടാൽ തിരിച്ചറിയില്ല. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്താ പണിയുള്ളത്, ഓർക്കെന്താ പണി, ഓർക്ക് സുഖല്ലേ, എല്ലാ സൗകര്യങ്ങളില്ലേ. നമുക്കറിയാത്ത എന്തെല്ലാം പണികളാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഒരു ദിവസം, ഒരൊറ്റ ദിവസം നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന മുഴുവൻ പണിയും നമുക്കെടുക്കാൻ കഴിയും? ഒരു സാലറി നമ്മൾ നിശ്ചയിച്ചിട്ടില്ല, ഒരു വരുമാനം നിശ്ചയിച്ചിട്ടില്ല. ആകെ കിട്ടുന്നത് എന്താണ്? കുറ്റപ്പെടുത്തലുകൾ മാത്രം, പോരായ്മകൾ മാത്രം. ഒന്ന് ഉപ്പ് കുറഞ്ഞാൽ, രുചി കുറഞ്ഞാൽ അതിനുള്ള കുറ്റപ്പെടുത്തൽ മാത്രം ധാരാളമായി കിട്ടും. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പം അവരെ തിരിച്ചറിയണം, അവരെ സഹായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിഞ്ഞു, ജോലിയിൽ സഹായിച്ചു. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം ഒരുക്കുമ്പോൾ സഹായത്തിനുണ്ട്. വീട്ടുജോലികളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് സഹായിക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ ആ ജോലി ചെയ്യുന്നൊരു സമയത്ത് ഒരു സാന്നിധ്യമെങ്കിലും അറിയിക്കാൻ നമുക്ക് സാധിക്കണം. 2, 3, 4 മണിക്കൂർ ജോലി എടുക്കുമ്പോൾ നമുക്കാകെയുള്ളൊരു പണി ആ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കലാണ്. ആ ഇരുത്തം അവരുടെ കൂടെ ഒന്നിരുന്നാൽ, ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാണ്, അതൊരു സമാധാനമാണ്, അത് കൂടെയുണ്ട് എന്ന ഒരു പരിഗണനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, ഖിയാറുക്കും ലിനിസാഇഹിം, അവരുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. നാട്ടിൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്, കൂട്ടുകാരല്ല സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, സഹപ്രവർത്തകരല്ല സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത്. നമ്മുടെ ഭാര്യ പറയണം, നമ്മുടെ ഭാര്യ പറയണം, നമ്മുടെ കുടുംബം പറയണം. അതുകൊണ്ട് അവരോടുള്ള ബാധ്യത, ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മുടെ മകളെ വിവാഹം കഴിപ്പിച്ചു പറഞ്ഞയക്കുമ്പോൾ അവളോട് ഭർത്താവ് എങ്ങനെ പെരുമാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മളുടെ മകളുണ്ടല്ലോ, കല്യാണപ്പന്തലിൽ മറ്റൊരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ ഏതൊരു ഉപ്പയുടെ മനസ്സും പെടയും, കണ്ണ് നിറയും. എൻ്റെ മകളെ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ ചുണ്ടൊന്നു വിറക്കും. എന്തേ കാരണം? മകളുടെ ഭാവി ആലോചിച്ചുകൊണ്ടാണ്. നമുക്ക് ചില സങ്കല്പങ്ങളുണ്ടല്ലോ, ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. എൻ്റെ മകൾ, അവളുടെ ദാമ്പത്യം ഇങ്ങനെയാകണം. അതുപോലെ ഒരു ഉപ്പ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ്. അതുപോലെ ഒരു ഉപ്പ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ പെരുമാറ്റം ഒന്ന് ക്രമീകരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടുകൂടെ മാന്യമായി അവരോട് വർത്തിക്കണമെന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഒരു മാന്യത നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകണം. പലപ്പോഴും സഹോദരിമാരനുഭവിക്കുന്ന ഒരു വേദന, ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്, നീ ഈ വീട്ടിലത്തെ കുട്ടിയല്ല, ഇവിടുന്ന് പോകാനുള്ളതാണ്, ഇവിടെ എനിക്ക് സ്ഥാനമല്ല, ഇവിടുന്ന് പോകും. കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് എത്തിയാൽ അവിടെ നിന്ന് കേൾക്കുന്നത്, ഇത് വന്നതാണ്, ഈ വീട്ടിലത്തെ ആളല്ല, ഇങ്ങോട്ട് വന്ന ആളാണ്, ഈ വീട്ടിലുള്ളതല്ല. പിന്നെ അവരാരാണ്? അള്ളാഹുവിനെ സാക്ഷി നിർത്തി
ഏറ്റെടുത്ത കനമുള്ള കരാറിലൂടെയാണ് ആ കുട്ടി ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. മീസാഖുൻ ഖലീല, കനമുള്ള കരാറാണ്. അള്ളാഹുവിനെ മുൻനിർത്തി ഏറ്റെടുത്ത ഭാരമുള്ള കരാറാണ്. പരലോകത്ത് മറുപടി പറയേണ്ടി വരും. ചില കുടുംബങ്ങളിൽ മുസ്ലിം സഹോദരിമാർ കണ്ണുനീര് കുടിക്കുന്നുണ്ട്. നിസ്കാരപ്പായയിൽ അസർ നമസ്കരിച്ച് ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു. ഒരു മുസ്ലിം പെൺകുട്ടി അസർ നമസ്കാരം നിർവഹിച്ച് ആ നിസ്കാരപ്പായ ആ മുസല്ല തുറന്നിരിക്കുന്നു. ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ, ആ വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ നമസ്കരിച്ചുകൊണ്ടൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഞാൻ ആത്മഹത്യയെ ചെറുതാക്കി കാണിക്കുകയല്ല, അത് വളരെ ഗൗരവമേറിയ പാപമാണ്, ഖബായിറാൻ, വൻ പാപമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നമസ്കരിക്കാതെ മാറി നിൽക്കുകയും സ്വഹാബികളോട് നമസ്കരിക്കാൻ പറയുകയും ചെയ്തു. കാരണം ജനങ്ങൾ അറിയണം ഇത് ഗൗരവമുള്ള ഒരു പാപമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമസ്കരിക്കണമെന്ന് ബോധമുള്ളൊരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ ഉപദ്രവത്തിലൂടെ ഒരു കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പരലോകത്ത് മറുപടി പറയേണ്ടി വരില്ല. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഒരല്പസമയമാണ് നമ്മൾ ഒരാളുമായി ചിലവഴിച്ചതെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ അവർ നാളെ പരലോകത്തെത്തും. അത് ഹക്കാണ്. ഒരു യാത്രയിൽ ഒരു മനുഷ്യനെ കണ്ടു, 5 മിനിറ്റേ നമ്മൾ ചിലവഴിച്ചിട്ടുള്ളൂ. ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരി പരലോകത്തുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന പ്രതീക്ഷയോടുകൂടെ, ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടെ, ഒരുപാട് സങ്കല്പങ്ങളോടുകൂടെ ഒരു പുതിയ ജീവിതം കിനാവ് കണ്ട് നമ്മളുടെ മകന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ പ്രയാസപ്പെടുത്തിയാൽ, കണ്ണീര് കുടിപ്പിച്ചാൽ, നാളെ പരലോകത്തത് കാണാതെ പോകും എന്നാണോ കരുതുന്നത്? മരണത്തോടുകൂടെ ഇതൊക്കെ അവസാനിച്ചു എന്നാണോ തീരുന്നത്? അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആ കണ്ണുനീര് വെറുതെയാകൂല. പല വീട്ടിലും വൈരുദ്ധ്യങ്ങളാണ്. ഭർത്താവും ഭാര്യയും ടൂറ് പോകാൻ പറ്റുമോ? അത് മകനാണെങ്കിൽ, മകളാണെങ്കിൽ ആകാം, മകൾക്കാകാം. മരുമകളോ, മരുമകള് അത് തീരെ യാത്ര പാടില്ല, വീട്ടിൽ എത്രയും പണിയുള്ളത്, മകൾക്കാകാം. ഗർഭകാലത്ത് റെസ്റ്റ് എടുക്കണോ, മകളാണെങ്കിലാകാം. ഉമ്മ 3 നേരം വിളിച്ചു ചോദിക്കും, റെസ്റ്റ് എടുക്കണുണ്ടല്ലോ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് നിർത്തിക്കോളി. മകളെ വിഷയത്തിൽ ശ്രദ്ധയുണ്ട്. അതേ ഒരു കുട്ടി വീട്ടിലുണ്ട്. മറ്റൊരാൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പെൺകുട്ടി, പ്രസവകാലത്ത് അടിച്ചുവാരി ഒക്കെ, അതിൻ്റെ പിന്നെ മസാലയിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് ആ വൈരുദ്ധ്യം അലക്കാൻ വാഷിംഗ് മെഷീനാണോ നല്ലത്, കല്ലാണോ? മോളാണെങ്കിൽ വാഷിംഗ് മെഷീനാണ്, മരുമോളാണെങ്കിൽ കല്ലാണ്, കല്ല് വേണമെന്നാണ്. അരക്കാനോ മോളാണെങ്കിൽ മിക്സി, മരുമോളാണെങ്കിലോ അത് കല്ലിൽ അരച്ചാലേ റെഡിയാവുള്ളൂ. ഈ വൈരുദ്ധ്യം മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. നമസ്കരിക്കുന്ന സഹോദരിമാർ, ഇസ്ലാമിക വേഷം ധരിക്കുന്ന സഹോദരിമാർ, സുന്നത്ത് നോമ്പെടുക്കുന്ന സഹോദരിമാർ, ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നവർ എങ്ങനെയാണ് ഈ രൂപത്തിൽ പെരുമാറാൻ സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ കോടതിയിൽ ശിർക്കും കുഫറും ബിദഅത്തും മാത്രാണോ വിചാരണ? പരലോകത്ത് കബായിറുകൾ ആ രൂപത്തിലുള്ള വിഷയങ്ങൾ മാത്രാണോ? ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല പ്രിയമുള്ളവരെ. നമ്മൾ ചെയ്ത ഒരു അമലും അവിടെ നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മൾ കാരണം ഒരാൾ കണ്ണുനീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ അവിടെ മറുപടി പറയണം. പടച്ചോനുമായിട്ടുള്ളതാണെങ്കിൽ അല്ലാഹു പുറത്തു തരും. വ്യക്തികളുമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അവര് മാപ്പ് നൽകാതെ, അവര് പുറത്തു എന്ന് പറയാതെ പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടൂല.
അതുകൊണ്ട് പെരുമാറ്റം നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം. ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ടാണ് അതുമാത്രം ഈ ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഖുതുബകളിൽ മറ്റു വിഷയങ്ങൾ നമുക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ അത് പാലിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയം അത് നിസ്സാരമായ കാര്യമല്ല. അവരെ ഉപദേശിക്കണം, ദീനീയായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം. അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ തിരിച്ചറിഞ്ഞ് മാന്യമായി അവരോട് പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു സ്നേഹം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മനസ്സുകളെ അള്ളാഹു ഇണക്കി ചേർക്കുമാറാകട്ടെ.